പെട്ടെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത്. ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാനല്ല, മറിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. അതുമാത്രമല്ലല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു വേദികളിലോ ഒരു പരിപാടികളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല, നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പാലക്കാട് രാഹുലിന് വേണ്ടി ഊഷ്മളമായ സ്വീകരണം ഒരുക്കി പല വേദികളിലും പ്രാദേശിക തലത്തിലായിക്കോട്ടെ രാഹുലിനെ നിയമസഭയിലേക്ക് എത്തുന്ന സമയത്ത് കേസിന്റെ യൂത്ത് കോൺഗ്രസിലെയും ജില്ലാ നേതാക്കന്മാരാണ് കൂടെ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ള തലത്തിൽ നിയമസഭയിലും അതേപോലെ പാലക്കാട് ചെന്നപ്പോൾ അവിടെയുള്ളവർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇല്ല എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ, മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ളവരുടെ ഇനി ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്ത് പറയണോ? അവരെയൊക്കെ അല്ല, പാർട്ടിയുടെ തീരുമാനം എന്ന് വെച്ചാൽ KPCC യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ, അല്ലെങ്കിൽ DCC യോഗങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വിശ്വാസ സംരക്ഷണ യാത്ര KPCCയും UDF നടത്തിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? അവിടെയൊന്നും ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും MLA തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ആ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ, അതായത് ആ കോൺഗ്രസിൻ്റെ തീരുമാനം ഒറ്റക്കെട്ടായി, ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ കാര്യത്തിൽ കാണിച്ചത്. തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് വരട്ടെ, അന്വേഷിച്ച് എന്താണ് അതിലത്തെ കാര്യങ്ങളെന്ന് വരട്ടെ. ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ചുമതലയുള്ള പ്രവർത്തകരാണ് മിക്കവാറും സമൂഹ മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ആരും അങ്ങനെ പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെന്താണെന്ന് ഞങ്ങൾ നോക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് എടുത്ത തീരുമാനമാണ്. ഇടപെടൽ നടത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും മഹിളാ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരടക്കം കമന്റുകൾ ഇട്ടിട്ട് അധിക്ഷേപകരമായിട്ടുള്ള കമന്റുകൾ ഇടുന്ന കാഴ്ച സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കമൻറ്റുകൾ അത് ഇനിയിപ്പം ആരാണെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് നേരെയോ സ്ത്രീകൾക്ക് നേരെയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണം ആരുടെ ഭാഗത്ത് നിന്നാലും, ഈ വിഷയത്തിലാണെങ്കിലും വേറെ വിഷയത്തിലാണെങ്കിലും, അതൊന്നും മഹിളാ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി, ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി ബിന്ദു ചന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരമായി സൈബർ ഇടത്തിൽ ശബ്ദമുയർത്തുന്ന ബിന്ദു ചന്ദ്രൻ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണത്തിന് DGPക്ക് ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും അതേപോലെ ഒരു രാജ്യസഭാ MP എന്ന നിലയിലുമൊക്കെ നമ്മൾ പലവട്ടം നേരിട്ട് കത്ത് കൊടുത്തിട്ടോ അതിനെയൊന്നും തിരിഞ്ഞു നോക്കാനുള്ള ഒരു മാനസിക അവസ്ഥ പോലും ഇന്നത്തെ ഇവിടുത്തെ പോലീസിനില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാം കാണണം. മഹിളാ കോൺഗ്രസ്സുകാർ സൈബർ ആക്രമണങ്ങൾ, CPMന്റെ സംഘടിതമായ സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതിനെതിരെ ഒന്ന് പരാതി കൊടുത്താൽ അതൊന്നും തിരിഞ്ഞു നോക്കാൻ ഇവിടെ ഒരു സർക്കാരോ ഒരു ആഭ്യന്തര വകുപ്പോ ഇല്ല. നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ഒരാൾക്ക് വേണ്ടി പിന്നീട് ശബ്ദിക്കേണ്ട എന്നാണ് MPയുടെ നിലപാട്? അല്ല, പാർട്ടിയാണ് ഏറ്റവും വലുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി ആരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പമാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത്തരത്തിൽ കമന്റുകളും പരാമർശങ്ങളും നടത്തിയ ആളുകൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അത്തരത്തിലുള്ള കമന്റുകൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്നതാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. അതല്ലാതെ എൻ്റെ മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ഇത്തരത്തിലൊരു പരാമർശം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൃത്യമായി മാധ്യമ പ്രവർത്തകർക്കെതിരെ നവമാധ്യമങ്ങളിൽ വന്ന് കേട്ടാലറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ഞാൻ പരിശോധിക്കാം എന്നാണ് എനിക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഫർഹ ഫാത്തിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റോ പെട്ടെന്ന് ഒരു ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു ഭാരവാഹിയോ ആയിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരാളല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ ഒരു സംസ്ഥാന ഭാരവാഹിയോ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെട്ടെന്ന് നമ്മൾക്ക് അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കും. ഈ പറഞ്ഞ പേര് അത് മഹിളാ കോൺഗ്രസിൻ്റെ ഏത് ഭാരവാഹിയാണ്? ഞങ്ങൾക്ക് 81,365 ഭാരവാഹികളാണ്
സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, മണ്ഡലം, വാർഡ് തലത്തിൽ ഞങ്ങൾ 2023 പുനഃസംഘടന നടത്തിയപ്പോൾ ഉള്ള ഞങ്ങളുടെ കണക്ക്. അതിൽ 81,365 പേരിൽ ഏതെങ്കിലും വാർഡിലെ ആണോ മണ്ഡലത്തിലെ ആണോ എന്നുള്ളതൊന്നും നമുക്ക് ആ പേര് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയില്ല. ആ പേര് അത്തരത്തിൽ ഇനി ആരാണെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ വിഷയത്തിൽ അത്രയും നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഒരു മടിയില്ല, ഞങ്ങൾ ആക്ഷൻ എടുക്കും. എം പി അതേപോലെ